കൊല്ലം ജില്ലയിലെ വിവരങ്ങൾ കൂടി അറിയേണ്ടിയിരിക്കുന്നു. കൊല്ലത്ത് മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് മഴ അല്പം കുറവാണ്. ഒപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം, കൊല്ലത്ത് കാണാതായ 2 മത്സ്യത്തൊഴിലാളികളിൽ ഒരാളുടെ മൃതശരീരം ലഭിച്ചു എന്നതാണ്. രാജ്കുമാർ വിവരങ്ങളുമായി ചേർന്നത്. രാജ്കുമാർ, ഇതുവരെ മരണം കഴിഞ്ഞ 4 ദിവസത്തെ ഈ തുടർച്ചയുള്ള മഴയിലും കാറ്റിലും ശക്തമായ കടൽക്ഷോഭത്തിലും പെട്ട് ഇതുവരെ 4 പേരാണ് മരിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും 3 ആയിരുന്നു. അതിപ്പോൾ ഇന്ന് ഒരാളുടെ മൃതശരീരം കൂടി ലഭിച്ചു. കാണാതായത് 2 മത്സ്യത്തൊഴിലാളികൾ, അതിൽ ഒരാളുടെ മൃതശരീരമാണ് ഇന്ന് ലഭിച്ചത്. ഇപ്പം അല്പം മുമ്പ് ഇവിടെ ഈ വാടിയിലെത്തിച്ച് അദ്ദേഹത്തിൻ്റെ ആ മൃതശരീരം കൊല്ലം ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അതേസമയം ഞാനിപ്പോൾ നിൽക്കുന്നത് ജോനകപ്പുറം പോർട്ടിൽ. ഇവിടെ ഈ അടുത്ത പത്തനംതിട്ടയിലേക്ക് റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി, രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി 10 വള്ളങ്ങൾ കൂടി ഇവിടുന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ ഈ പ്രളയകാലത്ത് 2018 ഉൾപ്പെടെ ഈ കൊല്ലം ഈ തീരത്ത് നിന്നാണ് ഈ കേരളത്തിൻ്റെ സൈന്യമെന്ന് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ച ആ മത്സ്യത്തൊഴിലാളികളുടെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒരു മാതൃക, ആ മാതൃകയുടെ തുടർച്ചയായി വീണ്ടും അടുത്ത ഒരു പ്രളയകാലം വരുമ്പോൾ ഇവിടെ നിന്ന് ഈ വള്ളങ്ങൾ കയറ്റിപ്പോകാനുള്ള ക്രെയിനും മറ്റുമാണ് ഈ പോകുന്നത്. ഈ ക്രെയിനാണ് ഇപ്പോൾ ഈ കൊണ്ടുപോകുന്നത്. ഇത് കഴിയുമ്പോൾ ഇവിടുന്ന് ഈ വള്ളങ്ങളൊക്കെ റെഡിയാവുന്നുണ്ട്. ഏതാണ്ട് 10ഓളം ബോട്ടുകൾ ഇന്ന് കൊണ്ടുപോകാനാണ് തീരുമാനം. നിങ്ങൾ എത്ര മണി തൊട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ? ശനിയാഴ്ച മുതൽ ഞങ്ങളുടെ വള്ളം, എൻ്റെ വള്ളവും എഞ്ചിനുമായിട്ട് പോയിട്ടുണ്ട്. അതിൻ്റെ മുൻപേ പോർട്ടുകളിൽ നിന്നൊരു വള്ളം പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് വെളുപ്പിലെയാണ് വീണ്ടും ഇങ്ങനെ വെള്ളം വലിയ തോതിൽ കയറിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള രീതിയിൽ അറിയിക്കുകയും ബഹുമാനപ്പെട്ട ഇവിടുത്തെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും MLAയും ഒക്കെ മേയറൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ 4 മണിയോടൊപ്പം തന്നെ വള്ളങ്ങളും ആൾക്കാരെല്ലാം റെഡിയായി കഴിഞ്ഞു. ഈ ലോറി വരാനായിട്ടുള്ളൊരു സാവകാശം ഉണ്ടായിരുന്നു. ഒരു ഏകോപന പ്രശ്നമുണ്ട്. മന്ത്രിയൊക്കെ ഉണ്ടെങ്കിലും കഴിഞ്ഞ 2018 പ്രളയ കാലഘട്ടത്ത് ACP ആയാലും കലക്ടറായാലും ബന്ധപ്പെട്ട എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തി ചിട്ടായ രീതിയിലാണ് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. ആ ഒരു ഏകോപനം ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഇത്ര വൈകി നമ്മുടെ വള്ളങ്ങൾ പോകാനായിട്ടുള്ളത്. നിങ്ങൾ പുലർച്ചെ 3-4 മണിക്ക് തന്നെ ഇവിടെ എത്തി. പക്ഷേ ഈ ലോറി വരാൻ എത്ര സമയം എടുത്തു? ഏകദേശം ഒരു 7 മണി 8 മണിയൊക്കെ ആയി. അത്രയും മണിക്കൂർ വേസ്റ്റായി പോയി. അപ്പോൾ അതിനു മുൻപ് തന്നെ വാഹനങ്ങൾ അവിടെ എത്തിയനായിരുന്നു. ഒരു ഏകോപനം ഇല്ലാത്തതിൻ്റെ ഒരു പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. ഏകോപനമില്ല. അത് ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ പത്തനംതിട്ടയിലെ രക്ഷാപ്രവർത്തന സ്ഥലങ്ങളിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും സമാനമായ പരാതി ഉയരുന്നുണ്ട്. ഇതിലൊരു പഠനമോ അല്ലെങ്കിൽ ഇതിലൊരു നിരീക്ഷണ പാഠമോ അടുത്തത് എന്തു വേണം എന്ന് പറയുന്ന ഒരു മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാത്തതിൻ്റെ ഒരു പ്രതിസന്ധി എല്ലാ സ്ഥലത്തും കാണുന്നുണ്ട്. ആര്യ, ശരി, രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.